എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി കൊടു, നമുക്ക് വേറെ നല്ല വണ്ടി എടുക്കാമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വണ്ടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് 5 ഗിയറാണ്. 5 ഗിയർ ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, അത്യാവശ്യം നല്ല കംഫർട്ടാണ് വണ്ടി പോകാൻ. കാരണം പിന്നെ ഞാൻ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാർട്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എടുത്ത സമയത്ത് ഞാൻ ലോങ് ഓടിയായിരുന്നു. ലോങ് ഓടിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 68 അടുപ്പിച്ചൊക്കെ കിട്ടിയായിരുന്നു അന്ന് ഒറ്റ ഓട്ടോ വരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏകദേശം നമ്മളെ പ്ലാറ്റിന ബൈക്കാണ്. ഏകദേശം വണ്ടി ഇപ്പം റൺ ചെയ്തേക്കുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഏകദേശം വണ്ടി ഇപ്പോൾ റൺ ചെയ്തേക്കുന്നുണ്ട് 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതായത് മീറ്റർ ഗൈസ്. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ അതിഥി എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ ആരുമില്ല, എൻ്റെ ബൈക്ക് തന്നെയാണ്. അപ്പം എൻ്റെ ബൈക്കിൽ ഏകദേശം ഇപ്പം ഞാൻ ഏകദേശം ഒരു 76,000 കിലോമീറ്റർ കഴിഞ്ഞു. 76,000 കിലോമീറ്റർ ഓടിയതിൽ എൻ്റെ ബൈക്കിന് വന്ന കംപ്ലൈൻറ്റുകൾ, പിന്നെ സർവീസ്, മൈലേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അതുമാത്രമല്ല, അപ്പോൾ എൻ്റെ ജോലിയും കൂടെ ഞാൻ പറയും. ഞാൻ ഒരു സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈക്ക് എടുത്ത് ഞാൻ 2021 25 ബൈക്ക് എടുക്കുമ്പോഴത്തേനും, ഈ ബൈക്ക് എടുത്തതിൽ ഒരുപാട് കഥയുണ്ട്, അത് ഞാൻ പിന്നെ ഇതിൽ പറയാം. ഈ ബൈക്ക് എടുത്ത് ഏപ്രിൽ മാസമാണ് വണ്ടി എടുക്കുന്നത്, 2021. ഇപ്പോൾ ഇത് 25 ആയല്ലോ, ഏകദേശം 4 വർഷമായി. 4 വർഷം കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് എന്ന് പറയാൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ വണ്ടി വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആകെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ വന്നത് നമ്മളെ ഈ ആക്സിലേറ്റർ ജാം ആവുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഷോറൂമിൽ ചോദിച്ചപ്പം ഷോറൂംമാർ പറഞ്ഞ അത്യാവശ്യം എന്തോ അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവർ നല്ല എമൗണ്ട് പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്ഥിരം ഒരു വർഷമൊക്കെ ഉണ്ട് വണ്ടി പണിയുന്ന ആശാൻ. അങ്ങനെ ആശാൻ്റെ കൊടുത്തപ്പോൾ ആശ ഒരു 10 മണി കൊണ്ട് കൊടുത്ത് ഒരു 11-12 മണിയപ്പോൾ ആശാൻ വിളിച്ച് വണ്ടി ശരിയായെന്ന് പറഞ്ഞു. ഞാൻ എന്തായിരുന്നു കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചാൽ ആശാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് എന്തിൻ്റെ ഒരു പേപ്പർ കയറ്റി വെച്ചപ്പോൾ സംഭവം കഴിഞ്ഞെന്ന് പറഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്താണെന്ന്. പിന്നെ അതിനുശേഷം ഇതുവരെ ആക്സിലേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഭാഗത്ത് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടിയിൽ. കാരണം ഞാൻ അങ്ങനെ ഓയില് കാര്യങ്ങൾ നോക്കി ഓടുന്ന ഒരാളല്ല. വണ്ടി എടുക്കും, ഓടും, അങ്ങനെ നമ്മളെ ജോലി അറിയില്ല. ഡെയിലി ജോലിയുണ്ട്, ഞായറാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും ജോലിയുണ്ട്. അപ്പം ആഴ്ചകളും മാസങ്ങളൊന്നും പോകുന്നതെന്ന് അറിയില്ല. ജോലിക്ക് പോകുന്നു, വണ്ടിയുടെ കംപ്ലൈൻറ്റ് പോകാൻ ശ്രദ്ധിക്കാറില്ല. ഓയിൽ മാറുന്നത് പോലെ ഏകദേശം എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്റർ, 11, 12, 15,000 കിലോമീറ്റർ വരെ ഞാൻ ഓയിൽ മാറിയിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ അറിയില്ല, ഓടിക്കൊണ്ടേയിരിക്കും വണ്ടി. പിന്നെ അങ്ങനെ ഓടിയാണ് അവർക്ക് ബ്രേക്ക് പാഡ് തീർന്നു. ഏകദേശം എങ്ങനെ പറയാം, ബ്രേക്ക് പാഡ് തീർന്നു. ഈ കിടക്കുന്ന രണ്ടാമത്തെ ബ്രേക്ക് ഡിസ്ക്കാണ്. ഞാൻ പാഡ് തീർന്നു, ഡിസ്ക് പിടിച്ച് ഏകദേശം ഈ ഡിസ്ക് ഒരു ഇതാണ്. ഇത് രണ്ടായിട്ടേക്കുന്നു ഈ പെണ്ണിൻ്റെ എഴുതി തുടങ്ങിയേട്ടാ, ഇത് കണ്ടുകൊണ്ട് അപ്പോൾ ഇത് ഇട്ടേക്കുന്ന രണ്ടാമത്തെ ഡിസ്ക്കാണ്. എങ്ങനെ പറയാം, രണ്ടാമത്തെ ഡിസ്ക്കാണ്. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ രണ്ടും പൊട്ടി. ഇത് ഒരേയാണ്, ഇതിൻ്റെ അകം ഒരേയാണ്. എനിക്ക് പറയാനറിയില്ല, അല്ല എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ്, അല്ലാതെ വണ്ടിയുടെ മിസ്റ്റേക്കുകളല്ല, ഇതൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കാണ്. അതുപോലെ പിന്നെ ഇപ്പോൾ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അറിയത്തില്ല, അറിയില്ല. ഇപ്പോൾ ഉള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇടയ്ക്കിടയിൽ കറണ്ട് വരത്തില്ല കേട്ടോ. നമ്മളെ വണ്ടി റണ്ണിങ്ങിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓഫായി പോകും. റണ്ണിങ്ങിന് ചില ഹമ്പൊക്കെ ചാടുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓണാവില്ല. അങ്ങനെ 2 വട്ടം വണ്ടി ഓഫായി. അങ്ങനെ ഒരു വട്ടം ഞാൻ കൊടുത്തപ്പം അമ്മ പറഞ്ഞ് വണ്ടിയുടെ IC പോയി, അപ്പോൾ അതിൻ്റെ ചിപ്പ് പോയി, വണ്ടിയുടെ തലച്ചോറ് പോയി എന്ന് പറഞ്ഞു. അപ്പം അതിന് മാറണം. എത്രയാണെന്ന് എനിക്കറിയത്തില്ല, 12,000 രൂപ ആവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അത് മാറാൻ സമയമായപ്പോൾ കാരണം മറന്നില്ല. ഞാൻ പറഞ്ഞു വണ്ടി 75,000 കിലോമീറ്ററാണ് ഓടിയെന്ന് മീറ്ററിലുള്ളെങ്കിലും മീറ്റർ ഊരിയിട്ടിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൽ പുറത്തായി. അപ്പോൾ വണ്ടിയുടെ ഓട്ടം അന്ന് ഒന്നൊന്നും അല്ല, അതിന് മുകളിലായി. അന്ന് തന്നെ വണ്ടി അത്ര ഓടിയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1,20,000 കിലോമീറ്ററാണ് എൻ്റെ കണക്കും പ്രകാരം വണ്ടി ഓടിയേക്കുന്നത്. കാരണം നമുക്കൊരു ഇതുണ്ടാവും, ഓരോ വർഷം ഓടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 1,20,000 കിലോമീറ്ററാണ് എൻ്റെ കണക്കും പ്രകാരം വണ്ടി ഓടിയേക്കുന്നതാണ് എൻ്റെ വിചാരം. അതുകൊണ്ടായിരിക്കും ഇത്ര വണ്ടി സ്ഥിരം ഓട്ടോ ഇല്ലേ. എൻ്റെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് വേറെ നല്ല വണ്ടി എടുക്കാമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല, വണ്ടി എടുക്കണമെന്ന് തോന്നിയിട്ടില്ല. വണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു 2 വട്ടം വണ്ടി ഓഫായിപ്പോയി. അത് അത്യാവശ്യം നല്ല ലോങ് ഓടിയപ്പോഴാണ് വണ്ടി ഓഫായത്. ഒരു ദിവസം എനിക്ക് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. ഓട്ടോ ഓടിയപ്പോഴാണ് വണ്ടി ഓഫായത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആലോചിച്ചായിരുന്നു മാറ്റണമെന്നുള്ള ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കും 4 വർഷത്തിനകത്ത് വണ്ടി ഓടിയതും വണ്ടിയായിട്ടുള്ള സൗഹൃദവും ഏകദേശം വണ്ടി 4 വർഷത്തിനകത്ത് എനിക്ക് തന്നെ ഓർമ്മ 10 വട്ടം 8 വട്ടം കൊണ്ട് വണ്ടി എണ്ണ തന്നിട്ടുണ്ട്.
ഈ 8 വട്ടം വണ്ടി പമ്പിന്റെ ഫ്രണ്ടിലാണ് എണ്ണ ഇരുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല. ഈ 8 വട്ടം വണ്ടി എണ്ണ ഇരുന്നുള്ള ഈ പമ്പ് ഈ ഏകദേശം ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ പോലും വണ്ടിയിൽ എണ്ണ തീർന്ന് കയറുന്നു, പമ്പിൽ ഇരുട്ടാണ് കയറുന്നത്, എണ്ണ തീർന്നു. അതിനൊക്കെ ഈ വണ്ടി നമ്മൾ 2 വട്ടം അതിന്റെ കറണ്ട് വരാതെ കംപ്ലൈന്റ് വന്നപ്പോഴും ഈ 2 വട്ടം വണ്ടി വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഈ വണ്ടി ഓഫ് ആയിട്ടുള്ളത്. ഈ 2 വട്ടം വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് വണ്ടി ഉരുട്ടി കയറ്റി വെക്കുന്നു. വേറൊരു സ്ഥലത്തൊക്കെ നമ്മൾ ഇപ്പം എനിക്കറിയത്തില്ല, ഞാൻ ഈ വണ്ടിയാണ് ഇത്ര വർഷമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. അത് എൻ്റെ ഞാൻ എടുക്കുന്ന പുതിയ വണ്ടിയിൽ ഇതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി. ഇതിൻ്റെ ഡിസ്കവർ ഉണ്ടായിരുന്നു, അത് ഏകദേശം കണക്കാണ് എണ്ണ എല്ലാം പമ്പിന്റെ വണ്ടി തന്നെയാണ്. പക്ഷേ ഈ വണ്ടിയായിട്ട് ചെറിയ അറ്റാക്കാണ്, നല്ല അറ്റാക്കാണ്. കാരണം ഞാൻ ഇത് കൊടുക്കൂലെന്ന് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഞാൻ തീരുമാനിച്ചാണ് വണ്ടി കൊടുക്കൂലെന്ന്. കാരണം ഈ വണ്ടി എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുന്നത്, ഞാൻ ആദ്യം വിചാരിച്ച സ്പ്ലെൻഡർ എടുക്കണം. കാരണം ഈ സ്പ്ലെൻഡർ ഭയങ്കര ആഗ്രഹം. സ്പ്ലെൻഡർ എടുക്കാൻ ഞാൻ കുറേ നടന്നതാണ് എടുക്കാൻ. കാരണം ചെറിയ കരമടച്ച രസീൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ചുമ്മാ ബജാജിന്റെ ഷോറൂം വഴി പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറി ചോദിച്ചു. അവന്മാർ പറഞ്ഞ ആറ് കൊടുത്ത് കുറച്ച് ദിവസം വണ്ടി റെഡി. പിന്നെ എല്ലാം പടാന്നായ കൊടുത്ത് വണ്ടി ഇറക്കി നമുക്ക് ജോലി ചെയ്ത് തന്നെ രാവിലെ വിളിക്കുന്ന വണ്ടി സെറ്റായിട്ടുണ്ട്. ബാക്കി ഡോക്യുമെന്റ് അതെല്ലാം കൊടുത്തായിരുന്നു, എല്ലാം സെറ്റായി വന്നോന്ന് പറയും. ചെന്ന് വണ്ടി എടുത്ത് വന്ന് റൂട്ട് ജോലിക്ക് തുടങ്ങിയെന്ന് തന്നെ വണ്ടി എടുത്തിട്ടൊന്ന് റൂട്ട് ഓടേ. ഏകദേശം എനിക്ക് ലോക്ക്ഡൗൺ സമയത്ത് 21 ആ സമയത്ത് എനിക്ക് ലോക്ക്ഡൗൺ ഉണ്ട്. ലോക്ക്ഡൗൺ സമയമാണ് ആ സമയം. അന്ന് നമുക്ക് പാസ് ഉണ്ടായിരുന്നു, വണ്ടി ഓടാനുള്ള കമ്പനിയിൽ നിന്ന് പാസ് വന്നായിരുന്നു. നമ്മൾ ഒരുപാട് ഓടിയിട്ടുണ്ട്, റൂട്ട് ഇല്ലാത്ത റൂട്ടൊക്കെ ഓടിയിട്ടുണ്ട്. അരിയങ്കാവ്, നമ്മൾ കുളത്തുപുഴയിലേ ഉള്ളൂ, അരിയങ്കാവ് അങ്ങോട്ടും ഓടും. ഒരു മാസം കൊണ്ട് ഓടായിരുന്നു. ഒരു ചെറിയ ഇടും, ഒരുപാട് ഓടുമ്പോഴുണ്ട്. എവിടെയൊക്കെ ഓടിയിട്ടുണ്ടെന്ന് ഇപ്പോഴും ഓടിയിട്ടില്ല വണ്ടി കൊണ്ട്. അത് മാത്രമല്ല, നമ്മളെ കമ്പനി വേറെ വണ്ടികളുണ്ട്, ഒരു പാഷൻ പ്രോ ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇത് തന്നെയാണ് ഓടുന്നത്. അത് കമ്പനിയുടെ വണ്ടി, ഇത് എൻ്റെ വണ്ടിയാണ്, സ്വന്തം വണ്ടിയാണ്. ഞാൻ സ്വന്തം വണ്ടിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അറിയാലോ, സ്വന്തം വണ്ടി ഓടുന്നത് ചില കമ്പനിയാണ് നോക്കുന്നത്. പിന്നെ എന്ത് പണി വന്നാലും അവർ തന്നെയാണ് ചെയ്തു തരുന്നത്. കാരണം ഇപ്പോൾ ഏകദേശം 10 മൂവായിരം പണിയായപ്പോൾ എനിക്ക് തന്നെ ചെയ്തു തന്നായിരുന്നു വണ്ടിയിൽ. വണ്ടി ഓയിൽ മാറുന്ന എല്ലാം കമ്പനിയാണ് ചെയ്തു തരും. അപ്പം ഈ വണ്ടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് 5 ഗിയറാണ്. 5 ഗിയറുള്ളതുകൊണ്ട് അറിയാലോ, അത്യാവശ്യം നല്ല കംഫർട്ടാണ് വണ്ടി ഓടാൻ. കാരണം നല്ല ഹൈവേ കിട്ടണേ അങ്ങ് പോവാം, വേറെ വൈബ്രേഷനോ കാര്യമൊന്നുമില്ല. കൊച്ചു വണ്ടിയാണ്. പാഷൻ പ്രോ ഉപയോഗിച്ച് നോക്കുന്നത് കൊച്ചു വണ്ടിയാണ്. പാഷൻ പ്രോ വെച്ച് വൈബ്രേഷൻ കൂടുതല. ഇതിന് പിന്നെ വൈബ്രേഷൻ്റെ അത്ര വലിയ പ്രശ്നമില്ല. എന്നാലും വൈബ്രേഷൻ ചെറുതായിട്ട് എവിടെയൊക്കെ ഉണ്ട്, തരിയായിട്ട് ഉണ്ട്. എന്നാലും വൈബ്രേഷൻ്റെ പ്രശ്നമൊന്നും ഇല്ല. നമ്മൾ അത്യാവശ്യം ലോങ്ങൊക്കെ ആണെങ്കിൽ അങ്ങ് ഓടാം വണ്ടിയും കൊണ്ട്, വലിയ പ്രശ്നമില്ല നമ്മൾ. പിന്നെ എനിക്കിപ്പോൾ നടുവേദന ചെറിയ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഈ സസ്പെൻഷൻ പൊട്ടി കിടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി സ്ഥിരം ബൈക്ക് കൂടുന്നുണ്ടായിരിക്കും, അതിനറിയത്തില്ല എന്താണ് കാര്യം. ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എടുത്ത സമയത്ത് ഞാൻ ലോങ് ഓടിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 68 അടുപ്പിച്ചൊക്കെ കിട്ടിയായിരുന്നു അന്ന് ഒറ്റ ഓട്ടം വരും. പക്ഷെ ഇപ്പൊ അതിനുശേഷം പിന്നെ എൻ്റെ റൂട്ടിലുള്ള ഓട്ടത്തിന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം 48 കിലോമീറ്ററാണ് എനിക്ക് കിട്ടിയത്. അല്ല അതിപ്പോൾ ഒരു 2-3 കൊല്ലം മുന്നേ 48 കിലോമീറ്റർ. ഇപ്പൊ എനിക്കൊന്നും അതിനും താഴെ ആവാനായിരിക്കും വഴി. ഈ 48 കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 60 തൊട്ട് വണ്ടി 60 ഉണക്കം ചെയ്യും. ഫസ്റ്റ് ഇടും, സെക്കൻഡ്, ഇത് തന്നെയാണല്ലോ കൂടുതൽ. നമുക്ക് ഒരു കടയിൽ നിർത്തി അടുത്ത് കയറി അല്ലേ വരാൻ പറ്റും. അപ്പം ഓരോ ദിവസം ഓടുന്നവരും ഇപ്പം എനിക്കൊരു കണക്ക് പറഞ്ഞാൽ 630 രൂപ അടിച്ചാൽ 7 ദിവസം ഈ വണ്ടി ഓടും, അല്ല 6 ദിവസം ഈ വണ്ടി ഓടും. ഈ 6ൻ്റെ അന്ന് മാത്രമേ പിന്നെ എണ്ണ അടിക്കും. 630 അതാണ് നമ്മൾ കണക്ക്. പിന്നെ മുകളിലോട്ട് അടിക്കാറില്ല, പിന്നെ താഴോട്ട് അടിക്കാറില്ല. 630 രൂപയാണ് കണക്ക്. ഒരാഴ്ചത്തേക്ക് ഇനി 630, 6 ദിവസം, ഞായറാഴ്ച സൺഡേ ലീവാണ്. പിന്നെ മൈലേജ് ഉണ്ട്, പവറുണ്ട്. പിന്നെ ഫാസ്റ്റൊക്കെ പറന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. കാരണം വണ്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നീങ്ങും, നമുക്ക് മനസ്സിലാവും നല്ല സ്പീഡിലൊക്കെയാണ് വണ്ടി. ഒരു ഏറ് കൊടുത്ത് ഉണ്ട് വണ്ടി. ചില സമയം പേടിച്ചു, ഫാസ്റ്റൊക്കെ പേടിച്ചു. കാരണം വണ്ടിക്കൊരു ഈ വെള്ളവരയിലൊക്കെ ചില സമയം വെള്ളവരയുടെ മുമ്പത്തായിരിക്കും വണ്ടി നിൽക്കുന്നത്. ഈ വെള്ളവരയിൽ വഴിയായിരിക്കും പോകുമ്പോഴായിരിക്കും ഫാസ്റ്റ് വരുന്നെങ്കിൽ പയ്യെ വരയിൽ വണ്ടി തെറ്റും. അതെനിക്ക് ടയറിൻ്റെ പ്രശ്നമായിരിക്കും, ഞാൻ അപ്പോൾ ഇട്ടേക്കുന്നത് അറിയത്തില്ല. മുമ്പ് ഞാനിട്ട് മാക്സിസിൻ്റെ ടയറായിരുന്നു, അത് സൂപ്പർ ടയറായിരുന്നു. അതിൽ അത്ര വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ടയറിനുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് വണ്ടിക്ക് ഒരു തെറ്റനുണ്ട്. 70 ആണെങ്കിലും വണ്ടി ഏകദേശം അതിന് മുകളിൽ ഓടിയിട്ടുണ്ട്. ഒന്നിന് പുറത്ത് വണ്ടി ഓടിയ വണ്ടിയാണ്. വണ്ടി കാണുമ്പോഴത്തേക്ക് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ പഴക്കമില്ല. 2021 മോഡലാണ് വണ്ടി. വണ്ടി 2021 അതിനെ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രത്യേകിച്ച് എച്ച് ഗിയർ യൂസ് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ഫീൽ ഗുഡ് വണ്ടിയാണ്. ഒരുപാട്. പക്ഷേ ഇത് പാർട്സിന്റെ കംപ്ലൈന്റ് ഉണ്ട്, പാർട്സ് കിട്ടായിട്ട് പ്രശ്നമുണ്ട് വണ്ടി. അങ്ങനെ ഏത് പാർട്സ് ആണെങ്കിലും ഷോറൂമിൽ കാണാറില്ല. പിന്നെ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാർട്സിന്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. നമ്മളെല്ലാ സാധനവും ഷോറൂമിൽ അങ്ങനെ കിട്ടായിട്ട് പാടാണ്. ഏത് ചെന്നാലും ഷോറൂമിൽ കാണാറില്ല.
പിന്നെ പറഞ്ഞ് വരുത്തിച്ചാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം എന്ത് സാധനമാണെങ്കിലും ഇപ്പം ഇതിൻ്റെ ഗ്യാസ് ഇത് സിലിണ്ടർ പോയിരിക്കുകയാണ്, ഇപ്പോൾ ഫുൾ സെറ്റാണ്. ഇത് കോമ്പി ബ്രേക്കാണ്, അപ്പം ഫുൾ മാറാൻ. അപ്പം ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ട് സാധനം വന്നാലേ ഇനിയിപ്പോൾ അത് അടുത്തെടുത്ത് മാറ്റാൻ പറ്റും. ഇത് മാറ്റിയാലേ പറ്റും, കാരണം അത് ഫുള്ള് പോയി കിടക്കുകയാണ് സാധനം. വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല, നോമിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നോം വണ്ടി സൂക്ഷിക്കുന്നതിൻ്റെ ഗുണമാണ് ഇപ്പോൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിയില്ലേ, അല്ലെങ്കിൽ നീ വണ്ടി വേറെ ആർക്കെങ്കിലും സജഷൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. സൂപ്പർ വണ്ടി വേണ്ട അത് പറയാം. എൻ്റെ അഭിപ്രായം ആയിരിക്കും, ചിലപ്പോൾ വേറൊരാൾക്ക് അത് ആവണമെന്നില്ല. എന്നാലും ഞാൻ പറയാം സൂപ്പർ വണ്ടിയാണ്. ഇത്രയും വണ്ടി ഓടിയതിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി. വേറെ ഒന്നും കൊണ്ട് വേണ്ട, ഇത് അത്യാവശ്യം നമ്മളെ കൈ നിൽക്കും വണ്ടി. കൊച്ചു വണ്ടിയാണ്, നല്ല അത്യാവശ്യം പവറുണ്ട്. 115 cc ആണ് ഈ സാധനം. ഈ പൾസറിൻ്റെ ബൈക്ക് നമ്മൾ പറയാൻ കാണാം. പേപ്പറിൻ്റെ സാധനം ഇത്ര ഉള്ളെങ്കിലും കൊടുത്താൽ കയറും സാധനം, സൂപ്പർ സാധനം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കുറവാണ് വണ്ടിയിൽ. ഞാൻ ബാക്ക് ബ്രേക്ക് ചവിട്ടാറേ ഇല്ല. ഞാൻ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആളാണ്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കും. ഈ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കോമ്പി ബ്രേക്കാണ്, കുഴപ്പമില്ല. ഫ്രണ്ടും ബാക്ക് ഒരു 50% ബാക്ക് പിടിക്കുക, 50% ഫ്രണ്ടും 40% ബാക്ക് ബ്രേക്കും ആണ് എൻ്റെ പിടുത്തം. അല്ല ബാക്ക് ബ്രേക്ക് മാത്രം പിടിക്കില്ല. ബാക്ക് മാത്രം പിടിക്കാനേ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി കറങ്ങിയാണ് നിൽക്കുന്നത്. രാവിലെ വണ്ടി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചുമ്മാ ചവിട്ടി വെക്കും ബാക്ക് ബ്രേക്ക്, കാരണം ഒമ്പാകാൻ വേണ്ടി. ഇത് ഡിസ്ക് അല്ലല്ലോ, അപ്പം വണ്ടി വാരനുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് ചവിട്ടിയാണ് ഞാൻ ഇറക്കുന്നത് ബാക്ക് ബ്രേക്ക്. കാരണം അല്ലാതെ ഒരാവശ്യം സമയത്ത് വരെ ചവിട്ടി കൊടുത്താൽ വണ്ടി ഒരു കറങ്ങി കളയും. പിന്നെ നമ്മളെ പ്ലാറ്റിനം ബൈക്കിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ വർഷമായിട്ടുള്ള മാർക്കറ്റിൽ ഉള്ളതല്ലേ പ്ലാറ്റിനും സ്പ്ലെൻഡറും പൾസറൊക്കെ. നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇല്ലല്ലോ, ഡിസ്കണ്ടിന്യൂ ആയല്ലോ അല്ലേ. അന്ന് കിട്ടാമെന്ന് ചോദിച്ചാൽ നല്ലൊരു വണ്ടികളിലൊന്നായിരുന്നു ഈ എച്ച് ഗിയർ എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഇതിന് ശേഷം ഇത് ABS ഇറങ്ങിയായിരുന്നു. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ABS എടുക്കുന്നത്. പിന്നെ അറിയാമല്ലോ, അന്ന് എനിക്ക് 2600 CC. അന്ന് എനിക്ക് ശമ്പളം എനിക്ക് ഏകദേശം 12 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ 10 രൂപ കൊടുക്കണം. പിന്നെ ഇതിന് വീട്ടിൽ 10 രൂപ കൊടുത്ത് വരും. പിന്നെ ഇതിന് 2600 ആണ്. 600 കടം മേടിച്ചോണ്ട് കറക്കാം. അങ്ങനെ ഓടുകൊണ്ടാണ് പിന്നെ വേറെ നോക്കായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റം. ഇപ്പോൾ ശമ്പളം മാറിയാലും അതിനനുസരിച്ച് നമ്മൾ പറയില്ലേ, 10,000 ശമ്പളം ഉള്ളപ്പോൾ വിചാരിക്കും 20,000 രൂപ ഉള്ളപ്പോൾ നമുക്ക് ബാക്കി 10,000 മാറ്റി വയ്ക്കാമല്ലോ വിചാരിക്കും. ചിന്തിക്കാനേ പറ്റും, നടക്കില്ല. കാരണം അപ്പോൾ അടുത്തടുത്ത ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യില്ല, ആകെ കുറച്ച് ആൾക്കാരാണ് വെച്ചുള്ളൂ. അതായത് നമുക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇടാം.